ഗായ്സ്, അപ്പൊ നമ്മൾ ഇത് കൊട്ടാരക്കരയിൽ ഒരു കുട്ടി കഫേയിൽ കയറിയിരിക്കുകയായിരുന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു ഗായ്സ്, എന്ത് രസമായിരുന്നു. അത് തൊട്ടടുത്ത് നമ്മുടെ പ്ലാന്റ്സിന്റെ ഒക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു. ഇനി അവിടെ തന്നെ ഇവർ മേടിച്ചിട്ടതായിരിക്കും, പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആംബിയൻസ് വാസ് റിയലി ഗുഡ്. എനിക്കൊന്ന് നൈറ്റ് ടൈം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കുറെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് പോയതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റില്ല. അപ്പം ഞങ്ങളൊരു ചായയും കടിയും കഴിക്കാൻ പോയതായിരുന്നു. കടികൾ ഏകദേശം ഭയങ്കര കോമൺ ആയിട്ടുള്ള കടികൾ തന്നെയായിരുന്നു. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും കണ്ടില്ല. കണ്ടത് ആ മുട്ട സ്റ്റിക്കില് തിരികെ കയറ്റിയതായിരുന്നു. അപ്പം ഇതിന് ഒരു വെറൈറ്റി പേര് കാണുമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇതിന് പേരൊന്നും ഇല്ല. ഞാൻ ചോദിച്ചപ്പോൾ കാടമുട്ട അത്രേ ഉള്ളു. അപ്പം ഈ കാടമുട്ടയ്ക്ക് പുറത്തൊക്കെ മസാലയുണ്ട്, പക്ഷെ അത് കഴിക്കാൻ നേരത്ത് കൊള്ളാം കേട്ടോ. അടിപൊളി, സൂപ്പർ, ഭയങ്കര ഫാന്റാസ്റ്റിക്, ഫാബുലസ് അങ്ങനെയൊന്നുമല്ല, ബട്ട് ഇറ്റ് വാസ് ഗുഡ് ഇനഫ് ടു ഇറ്റ്. അപ്പം ഒരു സ്റ്റിക്കിൽ നമുക്ക് 5 മുട്ട ഉണ്ടായിരുന്നു. ദാറ്റ്സ്. അത് കഴിഞ്ഞപ്പോഴത്തേനും അതിൽ മുട്ട ബജിയും ഏത്തയ്ക്കപ്പം മേടിച്ചായിരുന്നു. ഇത് രണ്ടും ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അതിന്റെ രുചി എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞില്ല. പിന്നെ ഞങ്ങള് കട്ടനും കോഫിയും പറഞ്ഞായിരുന്നു. കോഫി നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ബർഗർ പറഞ്ഞു. ബർഗർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു ഹാർഡ് പോലെ തോന്നി ഉള്ളില്. അതിന് കാണാനൊക്കെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു, ശരിക്കും അതിന്റെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ടേസ്റ്റ് വൈസ് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് വാട്ട് ഐ എക്സ്പെക്ടഡ് ഫ്രം ദ ലുക്ക്. എന്നാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കഴിച്ച തിന്നാം. ഇതൊന്നും ഞാനൊന്നും കളഞ്ഞിട്ടില്ലായിരുന്നു, അത്യാവശ്യം എല്ലാം നന്നായിട്ട് കഴിച്ചായിരുന്നു. പക്ഷെ ദ ആംബിയൻസ് വാസ് റിയലി ഗുഡ്. കട്ടൻ അടിപൊളിയായിരുന്നു. കട്ടൻ എന്റെ ഹസ്ബൻഡും കുടിച്ചു. ഹി വാസ് ലൈക്ക് നല്ല കടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ.